മൈസൂരുള്ള പാലസിൻ്റെ മുന്നിലാണ് കേട്ടോ. ഈ പാലസിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ എല്ലാവരും കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നല്ല കാഴ്ചകളൊന്നും അപ്പോൾ മൈസൂർ പാലസിൻ്റെ എൻട്രി ആണ് ഇത് കേട്ടോ. എൻട്രി മീൻസ് ഉള്ളിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇവിടെ കുറേ ബുക്കുകളും കാര്യങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ കുറേ ഏറെ ആളുകൾ ഇത് കാണാൻ വേണ്ടിയിട്ട് ഇന്ന് വന്നിട്ടുണ്ട്. ഞങ്ങൾ വന്ന അന്ന് കൊണ്ടമാനം ആളുകളുണ്ട്, അതുപോലെ സ്കൂൾ വിദ്യാർത്ഥികളുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇവിടെ ആദ്യം ക്യാമറയൊന്നും അലൗഡ് ആയിരുന്നില്ല. ഇപ്പോഴാണ് പിന്നെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനുള്ളതൊക്കെ ഒരു ഇത് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോഴാണ് അതിന് കുറച്ച് മുമ്പ് വന്നിരുന്നു. ആ വന്ന സമയത്ത് ഉള്ളിലേക്ക് പുറത്തുനിന്ന് മാത്രമേ ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എല്ലാത്തിനും പറ്റും. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ ഒരു പാലസിൻ്റെ ഒരു രൂപകൽപ്പനയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു രഥം. ഇവിടുത്തെ ഓരോ വർക്കുകളും വളരെ മനോഹരമാണ്. എന്താണെന്ന് പറയുക, നിങ്ങളൊക്കെ നേരിട്ട് കണ്ട് ആസ്വദിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. വളരെ ഏരിയ ആണ് എന്നാണ് തോന്നുന്നത്. വളരെ വിശാലമായിട്ടുള്ള ഒരു ഹാളാണ്. അതിൻ്റെ കൊത്തുപണികളും അതുപോലെ തൂണുകളും ഫാൻസി ലൈറ്റുകളും ഒക്കെ വളരെ ആർഭാടമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അത് നമ്മൾ പാലസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ അല്ലേ. എന്തായാലും അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ടൊക്കെ വരിക, കാണുക. ഒരുപാട് ആളുകൾ ഈ പാലസ് കാണാൻ വേണ്ടിയിട്ട് ഇന്ന് വന്നിട്ടുണ്ട്. എന്തായാലും പാലസിലെ കാഴ്ചകളൊന്നും എടുത്ത് പറയാനില്ല, ഒന്നും പറയാനില്ല. ഒക്കെ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല, അടിപൊളി. പിന്നെ അപ്പോൾ എന്തായാലും എല്ലാവരെയും കാഴ്ചകളൊക്കെ കാണാൻ വന്നോളൂ. പിന്നെ ഇതിൻ്റെ അകത്തൊക്കെയൊക്കെ നമുക്ക് ഇങ്ങനെ പോയി നോക്കാം, എന്തൊക്കെ കാണാമെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരുവിധം പാലസിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എത്രത്തോളം വൃത്തിയായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. എന്നാലും എല്ലാവരും വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യുക.
ഇതൊക്കെ ഭയങ്കര നമ്മൾ ഇതൊന്നും ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളൊക്കെ വന്ന് കാണണം. അപ്പോഴാണ് ഇതിൻ്റെ ഓരോ കാഴ്ചകൾ കണ്ട് നമ്മൾ ആസ്വദിക്കുക തന്നെ വേണം. ഇത് മുമ്പ് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ചെയറുകളാണ്. അതുപോലെ കണ്ണാടി എല്ലാം ഇവിടെ അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ആനക്കൊമ്പിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ പാലസിൻ്റെ ഉള്ളൊക്കെ കണ്ട് കഴിഞ്ഞു, പുറത്തിറങ്ങി. ഇനി ഇവിടെ ഉള്ളത് കുറച്ച് കച്ചവടക്കാരാണ്, പുറമേ ഉള്ള കച്ചവടക്കാരാണ്. നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിലൊക്കെ വാങ്ങിക്കാം. നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. നല്ല റേറ്റാണ്, ഒന്നും കുറവൊന്നുമില്ല, നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ എഴുതി അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ശ്രീമോ സൈനിങ് ഔട്ട്. ബൈ.